സജിത്ത്, പശ്ചിമേഷ്യ, ജമാഅത്തെ ഇസ്ലാമി ഈ ഏറ്റവും അവസാനത്തെ ദിവസത്തെ സ്വരാജിന്റെ ഒരു ചെറിയ സർജിക്കൽ സ്ട്രൈക്ക് നിൽക്കുമ്പോഴും നിലമ്പൂരിൽ ഏറ്റവും ചർച്ചയായ വിഷയങ്ങൾ ഒരുപക്ഷെ ഭരണത്തിലിരിക്കുന്ന സർക്കാർ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഉണ്ടാവേണ്ട വിഷയങ്ങളായിരുന്നില്ല. അതിനു പകരം ഈ പറഞ്ഞതുപോലെ ലോകത്തെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികൾ. പക്ഷേ ഈ അവസാന നിമിഷങ്ങളിലേക്ക്, അവസാന ദിവസങ്ങളിലേക്ക് വന്നപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം അവിടെ പ്രധാന ചർച്ചയാവുന്നു, അതിൽ എടുക്കുന്ന നിലപാട് ചർച്ചയാവുന്നു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് വർഗീയതയിലേക്ക് വിരൽ ചൂണ്ടുന്ന തരം ഒരു 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 ക്യാമ്പയിൻ തന്നെ ഉണ്ടായി ഈ 23 ദിവസങ്ങളിൽ എന്ന് പറയാൻ പറ്റും. പ്രത്യേകിച്ച് UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ 23 ദിവസത്തെ ചുരുക്കി കണ്ടാൽ ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും കൂടുതൽ പ്രചാരണ വിഷയമായത്? വ്യത്യസ്തമാക്കിയിട്ടുള്ളതും ഇന്നെന്തായാലും കൊട്ടിക്കലാശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചരണത്തിന്റെ സ്വഭാവം ഒന്ന് പരിശോധിക്കുമ്പോൾ തന്നെ കൃത്യമായി ആ കാര്യം വ്യക്തമാണ് താനും. കാരണം ഉപതെരഞ്ഞെടുപ്പ് എന്നത് ഒരു സർക്കാരിന്റെ വിലയിരുത്തലാണ് പൊതുവിൽ ഉണ്ടാവുക. ആ സർക്കാർ എങ്ങനെ പ്രവർത്തിച്ചു എന്ന വിലയിരുത്തേണ്ട ഒരു ഘട്ടമാണ്. പക്ഷേ ഇവിടെ വിവാദ വിഷയങ്ങളിലേക്ക് തന്നെ പ്രധാനമായും രാഷ്ട്രീയ നേതൃത്വങ്ങൾ കൊണ്ടുപോയി എന്നാണ് സാഹചര്യം. ഒരുപക്ഷെ അത് ബോധപൂർവമാവാം, അതല്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിച്ചതാവാം. എന്തായാലും ഇടതുപക്ഷം അത്തരം വിവാദ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടു. കോൺഗ്രസും UDF സംവിധാനങ്ങളൊക്കെ അതിന് മറുപടി പറയാനും പോയി എന്നതാണ് സാഹചര്യം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ നമുക്കറിയാം സംസ്ഥാനത്തെ ഏറ്റവും അധികം പ്രതിസന്ധിയായി ഇപ്പോൾ നിലനിൽക്കുന്നത് വനാതിർത്തി മേഖലയിലെ സംഘർഷ പ്രശ്നങ്ങളാണ്. അത് ഏറ്റവും അധികം ബാധിക്കപ്പെടുന്ന ഒരു ഇടം എന്ന രീതിയിൽ നിലമ്പൂരിലെ മുഖ്യ വിഷയം അതുതന്നെ എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. തുടക്ക ദിവസങ്ങളിലും അവസാന ദിവസങ്ങളിലും ചില ചർച്ചകൾ നടന്നു എന്നതിനപ്പുറത്തേക്ക് വനം വന്യജീവി വിഷയങ്ങൾ ഇവിടെ മുഖ്യധാരയിൽ ചർച്ചയിലേക്ക് ഉയർന്നു വന്നിട്ടില്ല. ഇനി നമുക്കറിയേണ്ട കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികൾ, നേതാക്കളൊക്കെ ഏറ്റെടുത്തപ്പോൾ പക്ഷെ ജനത്തെ സ്വാധീനിച്ചത് അതാണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏറ്റവും അധികം സാധാരണക്കാർ വസിക്കുന്ന കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലം എന്ന പ്രത്യേകതയുള്ള നിലമ്പൂരിൽ ജനങ്ങളെ ഈ വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചോ അതല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലേക്ക് പോയോ? ഏറ്റവും രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരാണ് മലയാളികൾ, കേരളത്തിലുള്ള എല്ലാ ഇടങ്ങളിലുമുള്ളവർ എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നിരുന്നാൽ കൂടിയും അവർക്ക് തൊട്ടുമുന്നിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ എത്ര കണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ, നേതൃത്വങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്തു, അവരത് ഏറ്റെടുത്തു എന്ന ചോദ്യത്തിന് കൂടിയുള്ള ഉത്തരമായി ഇത് മാറുകയാണ്. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വർഗീയത എന്നൊരു കാര്യം. കാരണം പച്ചയ്ക്ക് വർഗീയത ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിലയിരുത്തൽ കൂടി നടത്താം. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഏതെങ്കിലും ഒരു കക്ഷിക്ക് അനുകൂലമായി ഏതെങ്കിലും ജാതിമത വിഭാഗങ്ങളുടെ വോട്ടിംഗ് പോളറൈസേഷൻ ആ തരത്തിൽ ഉണ്ടായെങ്കിൽ അത് കേരളത്തിൽ ഒരു തുടർ ചർച്ചകൾക്ക് വലിയ തരത്തിൽ ഇടവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി നിലമ്പൂർ മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രയ്ക്ക് പച്ചയ്ക്ക് വർഗീയത പറയുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങൾ മാറിയിരുന്നു എന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. അവിടെ കൊടുത്തും കൊണ്ടും രാഷ്ട്രീയ നേതൃത്വങ്ങൾ അത്തരം നിലപാടെടുത്തപ്പോൾ ജനമെന്ത് നിലപാടെടുത്തു എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. ഇതാ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതിശക്തമായ മഴ രാവിലെ മുതൽ മലബാറിലുണ്ട്, പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലകളിലുണ്ട്. ഇത് കൊട്ടിക്കലാശത്തെ ബാധിക്കുമെന്നൊരു ആശങ്ക കൂടി നമുക്ക് മുന്നിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ പ്രതികൂല കാലാവസ്ഥയിലും ചോർന്നൊലിക്കാത്ത പോവാത്ത രാഷ്ട്രീയ ബോധം, രാഷ്ട്രീയ വീര്യം നിലമ്പൂരുകാർ സൂക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആ പ്രത്യേകത. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, കനത്ത മഴയാണ്. ഇന്നത്തെ ദിവസം ഫുൾ പ്രചാരണത്തിൽ ഏറ്റവും സജീവമായ ഒരു ദിവസമാണ്. പാർട്ടികൾ പ്രതീക്ഷിക്കുന്നെങ്കിലും മഴ അതിന് വിലങ്ങുതടിയാവുമോ എന്നൊരു ആശങ്ക ആ ദൃശ്യങ്ങൾ കാണുമ്പോഴുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്തായാലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തുമുള്ളത്. ജയത്തെക്കുറിച്ചല്ല, ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ചയെന്നും ജമാഅത്തെ ഇസ്ലാമി വിവാദമെല്ലാം LDF ഉണ്ടാക്കിയതാണെന്നുമാണ് ആര്യാടൻ ഷൗക്കത്ത് ഈ ദിവസം ന്യൂസ് 18നോട് പറഞ്ഞത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് നമ്മോടൊപ്പം ചേരുന്നത്. മണിക്കൂറുകൾ മാത്രമാണ് ഇനി പ്രചരണത്തിന് ബാക്കിയുള്ളത്. എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? നല്ല ആത്മവിശ്വാസം ഓരോ പ്രാവശ്യം ജയം എന്നതല്ല, നമ്മുടെ ഭൂരിപക്ഷം നല്ല രൂപത്തിലൊരു ഭൂരിപക്ഷം ഉണ്ടാവും. അതിൻ്റെ ഒരു വലിയ പോസിറ്റീവ് വൈബ് എല്ലാ വിഭാഗം ജനങ്ങളെടുത്തും ലഭിക്കുന്നുണ്ട്. സോഷ്യൽ ഗ്രൂപ്പിലാവട്ടെ, അതല്ലെങ്കിൽ മറ്റു വ്യാപാരികളാവട്ടെ, മറ്റു സംഘടനകളാവട്ടെ, അവരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്താണ് ഇത്തവണ മുഖ്യ വിഷയമായിട്ട് ജനങ്ങൾ ഈ തെരഞ്ഞെടുക്കുക, ഉൾക്കൊള്ളുക എന്നാണ്? ജനങ്ങൾ ഇന്ന് നിലമ്പൂർ മലയോര കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നിലമ്പൂരിൻ്റെ വികസന മുരടിപ്പ്, മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ ഈ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ അനുഭവിക്കുന്ന ദുസ്ഥിതി,
ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് വിഷയങ്ങൾ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണത്. ആദ്യത്തെ സ്ഥാനാർത്ഥി വിഷയം മുതൽ അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമി വിഷയം, ഇസ്രായേൽ യുദ്ധം വരെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ജനങ്ങളെ ഒരു തരത്തിൽ സ്വാധീനിക്കില്ല. എല്ലാം സ്വാധീനിക്കും, എല്ലാ കാര്യങ്ങളും സ്വാധീനിക്കും. പക്ഷേ ഇത്തരം ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് വഴിമാറാൻ വേണ്ടി ചില ബോധപൂർവമായ വിവാദങ്ങൾ ഉണ്ടാക്കാൻ LDF ശ്രമിച്ചു. അതിനൊന്നും ജനം ചെവി കൊടുത്തിട്ടില്ല. ഏറ്റവും അധികം സ്ഥാനാർത്ഥി പര്യടനം നടത്താൻ കൂടി കഴിഞ്ഞല്ലോ. എങ്ങനെയാണ്, ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കൂടുതൽ വോട്ടുകൾ കിട്ടിയത്? ഞാൻ നിലമ്പൂരിൻ്റെ എല്ലാ നൂക്ക് ആൻഡ് കോർണർ ആളുകളെ സ്ഥാനാർത്ഥി പര്യടന കാലത്തും പരമാവധി നേരിട്ട് കാണാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥാനാർത്ഥി പര്യടനം കുറച്ചും കൂടി വിപുലമായിരുന്നു. ഓരോ പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലും പോയിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥി പര്യടനം നടത്തിയിട്ടുള്ളത്. അവരൊക്കെ ഈ കോരിച്ചൊരിയുന്ന മഴയത്തും നൂറുകണക്കിന് ആളുകൾ മഴ കൊണ്ട് കാത്തു നിൽക്കുക, വളരെ വൈകി എത്തുന്നു. അപ്പോൾ അതൊക്കെ ഒരു കാലത്തും കാണാത്ത രൂപത്തിലുള്ള ഒരു വലിയ പോസിറ്റീവ് വൈബ്. മാത്രമല്ല ഈ മഴക്കാലത്തൊന്നും നമ്മൾ ഇത്തരം ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് തന്നെ മഴക്കാലത്തൊക്കെ ചിലപ്പോൾ ഇറങ്ങാൻ മടിയല്ലേ. പക്ഷെ അതൊന്നുമല്ല, നിലമ്പൂരിലെ ഈ മഴക്കാലം തെരഞ്ഞെടുപ്പിനെ ഒരിക്കലും ബാധിച്ചിട്ടില്ല എന്നതും കൂടിയാണ് കാണിക്കുന്നത്. UDFിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത് കണ്ടിരുന്നു. ആദ്യത്തെ ദിവസങ്ങൾ മുതൽ തന്നെ പ്രതിപക്ഷ നേതാവാവട്ടെ, അതേപോലെ തന്നെ KPC പ്രസിഡന്റ് ആവട്ടെ, ലീഗ് നേതൃത്വം ഒക്കെ നിൽക്കും. ഇതൊക്കെ നിലമ്പൂരിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല, അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി കണ്ടിട്ടാണല്ലോ. എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വിധി 2026 പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ, ഇനി ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന് ജനം തീരുമാനിച്ചു, വരരുത് എന്ന് ജനം തീരുമാനിച്ചുറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിൻ്റെ കൃത്യമായ ഒരു മുന്നറിയിപ്പ്, ഒരു കേളികൊട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും കാണുന്നത്. ഈ ജമാഅത്തെ വിവാദമൊക്കെ ഏതെങ്കിലും തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, വിവാദങ്ങളൊക്കെ ആരുണ്ടാക്കുന്നതാണ്? വിവാദമാകുന്നത് അവർ തന്നെ വിവാദമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഈ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ കഴിഞ്ഞ കാലത്തൊക്കെ സഹായിച്ചു. അത് ഇടതുപക്ഷവും സമ്മതിച്ചു, ജമാഅത്തെ ഇസ്ലാമി സമ്മതിച്ചു. ഇടതുപക്ഷത്തെ സഹായിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പുരോഗമന പ്രസ്ഥാനവും, അതേസമയം UDFനെ സഹായിക്കുമ്പോൾ അത് പിന്തിരിപ്പനും ഭീകരവാദ സംഘടനയൊക്കെ ആയി മാറുന്ന, ഇതൊക്കെ ജനങ്ങൾക്കറിയാവുന്നതല്ലേ. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഒരു വോട്ട് പോലും ഭിന്നിപ്പിക്കില്ല എന്ന് പറയുമ്പോഴും സ്വരാജിന്റെ സന്ദർശനത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. പക്ഷേ അത് കോൺഗ്രസിൽ ഭിന്നത ഉണ്ടാക്കില്ല എന്ന് തന്നെ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. പ്രജിത് കുമാറിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. CV അനുമോദ്, നിലമ്പൂരിൽ നിന്ന് അനുമോദ് 23 ദിവസത്തെ പ്രചാരണം കഴിഞ്ഞു. ഇന്നിനി ഒറ്റ പകൽ മാത്രമേ ബാക്കിയുള്ളൂ. രാവിലെ തന്നെ നല്ല മഴയുണ്ട്. ആത്മവിശ്വാസം ആ മഴയിൽ എത്രത്തോളം ശക്തമാവുന്നുണ്ട് UDF ക്യാമ്പ്? ഒപ്പം നമുക്ക് അറിയേണ്ടത് അപ്പുറത്ത് PV അൻവറിൻ്റെ പ്ലാൻ എന്താണെന്ന് അറിയണം എന്നുണ്ട്. കാരണം യൂസഫ് പഠാനൊക്കെ വന്ന ആവേശത്തിലായെങ്കിലും ഒരു കൊട്ടിക്കലാശത്തിനൊന്നും ഇല്ല, ഞാൻ വഴിമാറി നടക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. അവസാന ദിവസത്തെ ആലോചനകളും പദ്ധതികളും അവിടുത്തെ ആവേശവും ഒക്കെ എങ്ങനെയാണ്? ശ്രീജ, 23 ദിവസത്തെ പ്രചരണം അവസാനിക്കുമ്പോൾ എല്ലാ മുന്നണികളും അവരുടെ ശക്തി തെളിയിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രചരണം അവസാനിപ്പിക്കാൻ തന്നെയാണ് ശ്രമിക്കുക. LDFും UDFും അതുപോലെ തന്നെ NDAയും PV അൻവറും ഒക്കെ ഇതിന് ഒരുങ്ങിയിട്ടുണ്ട്. PV അൻവർ കൊട്ടിക്കലാശത്തിനില്ല എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ എഴുതുകയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ അണികളൊക്കെ വലിയ ആവശ്യത്തിൽ തന്നെയാണ്. നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലാണ് അവരുടെ കൊട്ടിക്കലാശം നിശ്ചയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഏറ്റവും അധികം DJ വാഹനങ്ങളൊക്കെ ഇറക്കി നിലമ്പൂരിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന ശൈലിയായിരുന്നു അൻവർ സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ആവേശത്തിലേക്ക്, ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പരമകുടിയിൽ എത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.